കാഞ്ചീപുരം ഭാരതത്തിലെ പ്രധാന ശക്തിപീഠങ്ങളിലൊന്ന് കാഞ്ചീപുരത്താണുള്ളത്. കാമകോടി നായകി കോവിൽ അഥവാ കാഞ്ചി കാമാക്ഷി അമ്മൻ കോവിൽ ഭക്തന്റെ സകല അഭിലാഷങ്ങളും ഒരു ചെറു നോട്ടം കൊണ്ട് സാധിപ്പിക്കുന്നവളായതുകൊണ്ടാണ് ദേവിക്ക് കാമാക്ഷി എന്ന പേര് ലഭിച്ചത്. കാ എന്നാൽ സരസ്വതി എന്നും മാ എന്നാൽ ലക്ഷ്മി എന്നും അക്ഷം എന്നാൽ കണ്ണുകൾ എന്നുമാണ് അർത്ഥം വരുന്നത്. അതുകൊണ്ട് തന്നെ കാമാക്ഷി ദേവിയുടെ രണ്ട് കണ്ണുകളും സരസ്വതി ദേവിയെയും ലക്ഷ്മി ദേവിയെയും സൂചിപ്പിക്കുന്നു എന്നാണ് ഭക്തരുടെ വിശ്വാസം. മഹാവിഷ്ണുവിന്റെ സുദർശന ചക്രം സതീദേവിയുടെ മൃതശരീരം മുറിച്ചപ്പോൾ ശരീരഭാഗങ്ങൾ ഭൂമിയുടെ പലയിടങ്ങളിൽ വീണു. ഈ ശരീരഭാഗങ്ങൾ വീണ ഇടങ്ങളെല്ലാം പിന്നീട് ഓരോ ശക്തിപീഠങ്ങളായിട്ട് മാറി. ദേവിയുടെ നാഭി വീണ സ്ഥലമാണ് കാഞ്ചീപുരം എന്നൊരു ഐതിഹ്യം കൂടിയുണ്ട്. കാഞ്ചീപുരത്തിന്റെ ഹൃദയഭാഗത്തുള്ള ഈ ക്ഷേത്രത്തിന് ചുറ്റും ശിവനും വിഷ്ണുവിനും ഒട്ടേറെ ക്ഷേത്രങ്ങളുണ്ട്. ശിവക്ഷേത്രങ്ങൾ ഉള്ളയിടം ശിവകാഞ്ചി അഥവാ വലിയ കാഞ്ചി എന്നറിയപ്പെടുന്നു. വിഷ്ണു ക്ഷേത്രം ഉള്ളയിടം വിഷ്ണു കാഞ്ചി അഥവാ ചെറിയ കാഞ്ചി എന്നറിയപ്പെടുന്നു. ആദിപരാശക്തിയായ പാർവതി ദേവിയുടെ പ്രധാന പ്രതിഷ്ഠയുള്ള കാഞ്ചീപുരത്തെ ഒരേ ഒരു ക്ഷേത്രം കൂടിയാണിത്. അതിനാൽ തന്നെ ശിവക്ഷേത്രങ്ങളിലൊന്നും വേറെ പാർവതി പ്രതിഷ്ഠയില്ല. ഏകദേശം 5 ഏക്കറിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ ക്ഷേത്രം പല്ലവ രാജാക്കന്മാരുടെ കാലത്ത് ദ്രാവിഡ വാസ്തുവിദ്യയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. 4 പ്രധാന പ്രവേശന കവാടമാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. ദേവിയെ ഇവിടെ 5 രൂപങ്ങളിൽ ആരാധിക്കുന്നു. പാർവതി ദേവിയെ ശക്തി ദേവതയായി ആരാധിക്കുന്ന 3 പ്രധാന സ്ഥലങ്ങളാണുള്ളത്. 1 കാഞ്ചി കാമാക്ഷി, 2 കാശി വിശാലാക്ഷി, 3 മധുര മീനാക്ഷി. ഈ 3 രൂപങ്ങളും ഒരുമിച്ചുള്ള ഫോട്ടോ വാങ്ങിക്കണമെന്ന് കുറേ നാളായിട്ട് വിചാരിക്കുന്നു. ക്ഷേത്ര കവാടത്തിന് തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് ഞാനത് വാങ്ങി. നോക്കിയപ്പോൾ ദേ കുറേ കുപ്പിവളകൾ വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്നു. ഡിസൈൻ ഉള്ളതും ഡിസൈൻ ഇല്ലാത്തതും പ്ലെയിൻ ആയിട്ടുള്ളതും എല്ലാ കുപ്പിവളകളും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കുപ്പിവള വാങ്ങിച്ചിടാമെന്ന് വിചാരിച്ചു. എൻ്റെ സാരിക്ക് മാച്ചായിട്ടുള്ള പച്ച കളറിലുള്ള കുപ്പിവളയാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ അവിടെ കുറേ ഡിസൈൻ ഉള്ളതൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഇതുപോലെ ഗിൽറ്റൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതൊന്നും അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ പ്ലെയിൻ ആയിട്ടുള്ളൊരു പച്ച കുപ്പിവളയാണ് സെലക്ട് ചെയ്തത്. അങ്ങനെ കൈ നിറച്ച് കുപ്പിവളയൊക്കെ ഇട്ടതിന് ശേഷം ഒരു സാരി ഷോപ്പിംഗ് കൂടെ ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഗാന്ധി സ്ട്രീറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് സാരി കടകളെല്ലാം വരുന്നത്. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് നമ്മുടെ കാഞ്ചീപുരം വരമഹാലക്ഷ്മി സിൽക്സ് കണ്ടായിരുന്നു. അപ്പോൾ ഈ 2 സൈഡിലും ഇതുപോലെ ഗാന്ധി സ്ട്രീറ്റിൻ്റെ 2 സൈഡിലും ഇതുപോലെ സാരി കടകളാണ് മുഴുവനായിട്ടുള്ളത്. ലഞ്ചൊക്കെ കഴിഞ്ഞ് സാരി ഷോപ്പിങ്ങിന് ഇറങ്ങാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ കാണാനുള്ള ഒരു സ്ഥലം 5 മണി വരെ ഉള്ളത് കൊണ്ട് നമുക്ക് ആദ്യം അങ്ങോട്ടേക്ക് പോവാം. കാഞ്ചീപുരത്ത് ഒരു പഴയകാല ജീവിതത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു മ്യൂസിയത്തിലോട്ടാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഏകദേശം 100 വർഷം പഴക്കമുള്ള ഒരു വീടാണിത്. പഴയകാല നിർമ്മാണ ശൈലിയെ ഒട്ടും നഷ്ടപ്പെടാത്ത രീതിയിലാണ് ഈ വീടിനെ മ്യൂസിയമാക്കി മാറ്റിയിട്ടുള്ളത്. വിശാലമായ ഹാളിനോട് ചേർന്നാണ് ഓരോ മുറികളും. ഓരോ മുറികളും ആ കാലഘട്ടത്തിൽ അവരുടെ ജീവിത രീതികളെയും അവരുപയോഗിച്ചിരുന്ന സാധനങ്ങളെയുമാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ ആദ്യം കയറിയ മുറിയിൽ ആദ്യ കാലഘട്ടങ്ങളിൽ അവർ കുഞ്ഞു കുട്ടികൾക്ക് ഉപയോഗിച്ചിരുന്ന ഉടുപ്പുകളും കളിപ്പാട്ടങ്ങളും തൊട്ടിലുകൾ എന്നിവയൊക്കെയാണ്. അടുത്തത് സ്ത്രീകളുടെ ഡ്രസ്സിംഗ് റൂമായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ അവർ ഉപയോഗിച്ചിരുന്ന സാരികളും ആഭരണങ്ങളും അത് സൂക്ഷിക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന പെട്ടികളുമെല്ലാം ആ മുറിയിലുണ്ട്. ഇത് ഈ വീടിൻ്റെ പൂജാ റൂമാണ്. പൂജാ റൂമിൽ ബൊമ്മക്കുലുവും പൂജാ സാധനങ്ങളും ഗ്രന്ഥങ്ങളും ഫോട്ടോകളും എല്ലാം വെച്ചിട്ടുണ്ട്. പുറമേ നിന്ന് നോക്കിയാൽ വളരെ ചെറിയ വീടാണെന്ന് തോന്നുമെങ്കിലും അകത്ത് കയറിയാൽ വിശാലമായ എല്ലാ സൗകര്യങ്ങളും ഈ വീട്ടിലുണ്ട്. വീടിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് അടുക്കള. ആ കാലഘട്ടത്തിലെ എല്ലാ പാത്രങ്ങളും ഇവിടെയുണ്ട്. തറനിരപ്പിലാണ് അടുപ്പിൻ്റെ സ്ഥാനം. അതിനോട് ചേർന്ന് തന്നെ ഒരു നടുമുറ്റം വരുന്ന രീതിയിലാണ് ഇവിടെ അടുക്കളയുള്ളത്. എല്ലാം കാണാനും ആസ്വദിക്കാനും പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. ഇത് ഈ വീടിൻ്റെ നടുമുറ്റമാണ്. വീടൊക്കെ കണ്ടിറങ്ങിയതിന് ശേഷം ഞങ്ങൾ കുറേ നേരം അവിടെ കഥയൊക്കെ പറഞ്ഞിരുന്നു. ഈ ഒരു വീടിൻ്റെ ലൊക്കേഷൻ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. ടിക്കറ്റ് വരുന്നത് 20 രൂപയാണ്. കാലത്ത് 9 തൊട്ട് 5 വരെയാണ് ഉള്ളത്. ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ.